ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അപ്സ്റ്റോക്സിൽ എങ്ങനെ ഏറ്റവും പുതിയ രീതിയിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അപ്സ്റ്റോക്സിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. കൂടാതെ യാതൊരുവിധ AMC ചാർജസും അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജും നൽകേണ്ടതില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 1000 രൂപയുടെ ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അപ്സ്റ്റോക്സിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ അപ്സ്റ്റോക്സിൻ്റെ വെബ്സൈറ്റിൽ എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് സൈൻ അപ്പ് ഫോർ എ ന്യൂ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ. അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏറ്റവും മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ അപ്പ് വിത്ത് മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ സൈൻ അപ്പ് വിത്ത് വാട്സപ്പ് എന്ന ഓപ്ഷനുണ്ട്. പക്ഷേ നമ്മൾ സൈൻ അപ്പ് വിത്ത് മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. ആ OTP നമ്മളിവിടെ തെറ്റുകൂടാതെ എൻ്റർ OTP എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എൻ്റർ എ 6 ഡിജിറ്റ് പിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആ ഒരു 6 അക്ക പിൻ ക്രിയേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു 6 അക്ക നമ്പർ ഇവിടെ പിന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ഇമെയിൽ ID വെരിഫിക്കേഷൻ ആണ്. അതിനായി നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ എഡിറ്റ് ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണെങ്കിൽ നിങ്ങൾ ഇമെയിൽ IDയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് വീണ്ടും തിരുത്താവുന്നതാണ്. അല്ലെങ്കിൽ ഇമെയിൽ IDയിൽ കയറിയിട്ട് OTP ചെക്ക് ചെയ്തിട്ട് OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തായി നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായി നിങ്ങളുടെ പാൻ നമ്പർ തെറ്റുകൂടാതെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് പാൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. വാട്ട് ഈസ് യുവർ ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ സെലക്ട് ചെയ്യുക. മാരീഷ്യൽ സ്റ്റാറ്റസ്, സിംഗിൾ ആണോ മാരീഡ് ആണോ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആനുവൽ ഇൻകം എത്രയാണ് സെലക്ട് ചെയ്യുക. ബിലോ 1 lakh എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് യുവർ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ലെസ് ദാൻ 1 year കൊടുക്കുക. അടുത്ത 6 പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് എന്നുണ്ട്, അത് നോ കൊടുക്കണം. വാട്ട് ഈസ് യുവർ ഒക്യുപ്പേഷൻ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ജോലി എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ടാക്സ് റെസിഡൻസി ഓഫ് ഇന്ത്യ എന്നുള്ളത് യെസ് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ടാക്സ് പെയർ ഡിക്ലറേഷൻ എന്ന് കാണാം. ആ 2 ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് കൺഗ്രാജുലേഷൻ യു ഗെറ്റ് എ സ്റ്റോക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. ഐ വാണ്ട് എ സ്റ്റോക്ക് ഫോർ 0 എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് ചെയ്യുക. അടുത്തായി നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് കൺഫേം ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. അത് കറക്റ്റ് ആണെങ്കിൽ യെസ് ദീസ് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, എഡിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നോ ഐ വാണ്ട് ടു എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ യെസ് ദീസ് ഡീറ്റെയിൽസ് കറക്റ്റ് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് കൊടുക്കേണ്ടത്. അതായത് സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ഒപ്പിടാവുന്നതാണ്. മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ ടച്ച് വിരൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്ത് നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നെക്സ്റ്റ് പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും. അത് നമ്മുടെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിനായി കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നിങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ ക്യാമറ പെർമിഷൻ എല്ലാം അലോ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഗോട്ട് ഇറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അത് യെസ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സെൽഫി ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിനായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡർ നെയിം എന്ന കള്ളിയിൽ നിങ്ങളുടെ പേര് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ IFSC ബാങ്കിൻ്റെ IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ റീഎൻ്റർ ബാങ്ക് അക്കൗണ്ട് ഓപ്ഷനുണ്ട്, അതിൽ ഒന്നുകൂടി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് ടൈപ്പ് ഏതാണ്ട് സേവിങ്സ് ആയിരിക്കും ഭൂരിഭാഗം ആളുകളുടെയും, അതുകൊണ്ട് സേവിങ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തതായി ലിമിറ്റഡ് ടൈം അക്കൗണ്ട് ഓപ്പണിംഗ് ഓഫർ എന്നുള്ള പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ചില സമയത്ത് അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് ഈടാക്കാറുണ്ട്. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പകരം വേറെ എന്തെങ്കിലും ഓഫറുകൾ അവർ നൽകുന്നതാണ്. അതിന് താഴെ ഡു യു ഹാവ് യുവർ മൊബൈൽ നമ്പർ ലിങ്ക്ഡ് വിത്ത് യുവർ ആധാർ കാർഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറായിട്ട് ലിങ്ക്ഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. യെസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തായി കൺഗ്രാജുലേഷൻ യുവർ ലിമിറ്റഡ് പ്ലാൻ ഓഫേഴ്സ് ആൻഡ് ഓൺ ദെയർ വേ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ
ഫ്യൂച്ചർ ഓപ്ഷൻ, കറൻസി, കൊമോഡിറ്റി ഈ സെഗ്മെൻറ്റ്സ് ആക്ടിവേറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ പുതിയൊരാളാണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ഏറ്റവും താഴെ ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ യെസ് ആക്ടിവേറ്റ് ദീസ് സെഗ്മെൻറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ അപ്ലോഡ് ഇൻകം പ്രൂഫിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത നോമിനിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തെങ്കിലും ക്യാഷോ എന്തെങ്കിലും കമ്പനികളുടെ ഷെയറുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മരണശേഷം ആരുടെ പേരിലേക്കാണ് ആകേണ്ടത് അയാളുടെ പേരാണ് കൊടുക്കേണ്ടത്. ആഡ് നോമിനി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പേര് കൊടുക്കാവുന്നതാണ്. ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടായാലും അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത സൈൻ യുവർ അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനാണ്. ഇതിനെ സൈൻ വിത്ത് ആധാർ OTP എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ലോഡായിട്ട് ഇതുപോലെ ഡൗൺലോഡിങ് 2% ഇതിങ്ങനെ മാറി 100 വരെ എത്തിയതിന് ശേഷം ഇതുപോലെ ഓപ്ഷൻ വരും. ഇവിടെ സൈൻ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഇതുപോലെ ഓപ്പൺ ആയി വരും. 2 ബോക്സിലും ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് ടു സൈൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ സൈൻ നൗ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ NSDL ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ ഏറ്റവും മുകളിലുള്ള ആ ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴേക്ക് വരുമ്പോൾ VID ആധാർ എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആധാർ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ OTP എന്ന ഓപ്ഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ലോഡായിട്ട് വരുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്നുള്ള സ്റ്റാറ്റസ് വരുന്നതായിരിക്കും. ഇതിനോട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് അപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് വന്നിട്ടുണ്ട്. അതിനുശേഷം സ്ക്രൂട്ടിനിറ്റി ഇൻ പ്രോഗ്രസ് 2-3 സ്റ്റെപ്പുകളൂടെ ഉണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ എഴുതി കാണിച്ചിരിക്കുന്നത് ഇറ്റ് വിൽ ടേക്ക് 3 days ടു വെരിഫൈ ആൻഡ് ഓപ്പൺ യുവർ അപ്സ്റ്റോക്സ് അക്കൗണ്ട് എന്നാണ്. അതായത് 3 ദിവസം എടുക്കുന്നതാണ് ഇവർ പറയുന്നതെങ്കിലും 1 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് വരുന്നതാണ്. അതിനുശേഷം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇമെയിലിലേക്ക് വന്ന യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്സ്റ്റോക്സ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്.